വി കുഞ്ഞികൃഷ്ണന് ടി.ഐ. മധുസൂദനൻ എം.എൽ.എയോട് പകയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആക്ഷേപം ഉന്നയിച്ചത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് സെറ്റിട്ട് തയ്യാറാക്കിയ തിരക്കഥയാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പാർട്ടി 2022 ചർച്ച ചെയ്ത് തള്ളിയതാണെന്നും കെ രാഗേഷ് പറഞ്ഞു. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ്. സെറ്റ് ചെയ്ത അജണ്ട, തെരഞ്ഞെടുത്ത സമയം, തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണല്ലോ. ഇപ്പൊ കൃത്യമായി സമയം തെരഞ്ഞെടുത്ത് അജണ്ട സെറ്റ് ചെയ്ത് തയ്യാറാക്കിയ അഭിമുഖമാണ് 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. അപ്പൊ 2022 ഏപ്രിൽ മാസത്തില് ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പാകെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാർട്ടിക്കകത്ത് അദ്ദേഹം ഉന്നയിച്ചതാണ്. ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്താണ്. ചർച്ച ചെയ്ത് വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്. എന്തേ ഇപ്പൊ പറയുന്നത്? കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മധുവിനോടുള്ള പക, ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ടി.ഐ. മധുസൂദനൻ എന്ന പാർട്ടി നേതാവിന്റെ സ്വീകാര്യത, അദ്ദേഹത്തിന്റെ യശസ്, അതിന് കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമല്ലേ? മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ എം.എൽ.എയോട് പകയെന്നാണ് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതിഭ, വി കുഞ്ഞികൃഷ്ണനെ CPM-ൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറി പാർട്ടിക്കെതിരെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിമുഖമാണ് പുറത്തു വന്നത്. 2022 മാസത്തിൽ തന്നെ ഈ പാർട്ടി ഈ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ തന്നെ നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുമാണ്. അതിനുശേഷം പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞു. ഈ കുഞ്ഞികൃഷ്ണൻ കുറച്ചു കാലമായി ഈ പാർട്ടിയുടെ യോഗങ്ങളിൽ നിന്നും DC-യിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും സജീവമായി വന്നു. അദ്ദേഹം ജില്ലാ സമ്മേളനങ്ങളിലടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2002 ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം വ്യക്തതയോടെ, അതായത് ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടവരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് 2002 തന്നെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. ഈ ജില്ലാ കമ്മിറ്റി അംഗമായതിനു ശേഷം ചില പുതിയ വിഷയങ്ങൾ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചു. അതും പാർട്ടി ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ 6 മാസം മുമ്പ് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ശാസിച്ചതാണ്. അതിനുശേഷവും അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ധനാപഹരണം ഈ പാർട്ടി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള സംശയവും ഇക്കാര്യത്തിൽ ഇല്ല. ഏതെങ്കിലും തരത്തിൽ പണം അപഹരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഇത് പാർട്ടി പ്രത്യേകമായി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്ത് പല കമ്മിറ്റികളിലായി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ്. ഒരു തരത്തിലും അവിടെ ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വ്യക്തമാക്കുന്നത്. ഈ സഹകരണ സ്ഥാപനത്തിന് സഹകരണ ബാങ്കിന് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടില്ല. ടി.ഐ. മധുസൂദനെതിരെയാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു പക, അദ്ദേഹത്തിനെതിരെ ഒരു പക എന്നുള്ള രീതിയിലാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം. ആ പക
എന്താണ് എന്ന കാര്യം വ്യക്തമായി തന്നെ പാർട്ടിക്ക് അറിയാം. അതിപ്പോൾ പറയുന്നില്ല. എന്തായാലും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺവീനർ ടി ഐ മധുസൂദനല്ല, വകുപ്പ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഭൂമി ഏറ്റെടുത്തത്. അങ്ങനെ ഈ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ടി ഐ മധുസൂദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പാർട്ടി ഒരു ഘട്ടത്തിലും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗൾഫിൽ പോയതുമായി ബന്ധപ്പെട്ടും വി കുഞ്ഞികൃഷ്ണൻ ഒരു ഫോട്ടോ സഹിതം ആരോപണം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനും എത്രയോ മുമ്പാണ് ടി ഐ മധുസൂദനൻ ഗൾഫിൽ പോയത്. പക്ഷേ ടി ഐ മധുസൂദനൻ അത് ആ ഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച ഒരു ഫോട്ടോ സഹിതം ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചു. പക്ഷേ ടി ഐ മധുസൂദനൻ്റെ പാസ്പോർട്ട് അടക്കം പാർട്ടി പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ ഭൂമി ഇടപാട് നടക്കുന്നതിനും എത്രയോ കാലം മുമ്പാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയത്. അവിടെ പയ്യന്നൂരിലെ ഒരു വോളിബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഗൾഫിൽ പോയതെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ ആക്ഷേപം ശരിയല്ല എന്ന് കുഞ്ഞികൃഷ്ണൻ തന്നെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കം അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്ന വിഷയമാണ്. എന്തായാലും ഒരു തരത്തിലും ആ വിഷയത്തിൽ അടക്കം ടി ഐ മധുസൂദനന് എന്തെങ്കിലും തെറ്റുപറ്റി എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടില്ല. കുഞ്ഞികൃഷ്ണന് തന്നെ ഇത് ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ പയ്യന്നൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വാർത്തകൾ ചോർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വാർത്ത ചോർത്തലിൻ്റെ എല്ലാ തെളിവുകളും പാർട്ടി ശേഖരിച്ചതാണ്. അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി പരിശോധിച്ചു. അങ്ങനെ ശക്തമായ നടപടിയിലേക്കും പാർട്ടി കടന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും തള്ളുക എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാർട്ടി പരിശോധിച്ചു. അത് ഒരു വിഭാഗീയ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് പാർട്ടി അതിനെ കണ്ടത്. ആ പ്രശ്നം അവസാനിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ തന്നെ താഴെ തലത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാതെ തന്നെ താക്കീത്ത് നൽകി ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. അങ്ങനെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു സഖാവ് പാർട്ടിയെ വഞ്ചിച്ച് വാർത്ത ചോർത്തുന്നതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ഈ തെറ്റുകളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ടി ഐ മധുസൂദനോടുള്ള കടുത്ത പകയാണ് ഇതിനെല്ലാം ഈ വിഷയം വലിയ രീതിയിലുള്ള പകയായി മാറിയതിന് എന്താണ് കാരണം എന്നതൊക്കെ പിന്നീട് പറയാം എന്നാണ് കെ രാഗേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ രസീത് കാണാതായി എന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതും പാർട്ടി വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ടി ഐ മധുസൂദനെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ വീഴ്ച സംഭവിച്ച് നേരത്തെ അദ്ദേഹത്തിന് ഈ റെസീറ്റ് ബുക്ക് ഹാജരാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് ഈ പിരിച്ച പണവും ആ റെസീറ്റും പിന്നീട് ടി ഐ മധുസൂദനൻ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ധനാപഹരണം ടി ഐ മധുസൂദനൻ നടത്തി എന്ന് ഒരു ഘട്ടത്തിലും പാർട്ടി കണ്ടെത്തിയിട്ടില്ല. ഈ റെസീറ്റ് മാറ്റി അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിനും കെ രാഗേഷ് മറുപടി നൽകിയിട്ടുണ്ട്. ഒരു അക്ഷര പിശക് കണ്ടെത്തിയപ്പോഴാണ് റെസീറ്റ് മാറ്റി അച്ചടിച്ചത്. ആ മാറ്റി അച്ചടിച്ച റെസീറ്റ്, അതായത് ഉപയോഗിക്കേണ്ടാത്ത റെസീറ്റ് ഓഫീസ് സെക്രട്ടറി എടുത്തു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ തോതിലുള്ള ഒരു വീഴ്ചയാണ്. ആ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ഓഫീസ് സെക്രട്ടറിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയത്തിലും എല്ലാ കാര്യവും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം. ഒരു വ്യാജ റെസീറ്റും അവിടെ ഉപയോഗിച്ചിട്ടില്ല. വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് ടി ഐ മധുസൂദനൻ അവിടെ പണപ്പിരിവ് നടത്തിയിട്ടുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെ രാഗേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടും വിശദമായി തന്നെ കെ രാഗേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കുടുംബ സഹായം, അതോടൊപ്പം തന്നെ ഈ ധനരാജിൻ്റെ കുടുംബത്തിന് വീട് വെക്കുക, അതോടൊപ്പം തന്നെ ഈ കേസ് നടത്തിക്കുക എന്നുള്ളതിനും കൂടിയാണ് ഈ ഫണ്ട് പിരിച്ചിട്ടുള്ളത്. ആ ഫണ്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വെട്ടിപ്പോ ധനാപഹരണമോ അവിടെ നടന്നതായി പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. കൃത്യമായ ഓഡിറ്റിംഗ് അതിലും നടന്നിട്ടുണ്ട്. ഇതിൽ കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കൈവശം തന്നെ ഉണ്ട് എന്നാണ് കെ രാഗേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വരവ് ചെലവ് കണക്കെല്ലാം തന്നെ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി അംഗീകരിച്ചതുമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ
കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറുപടി നൽകേണ്ട സാഹചര്യമില്ല. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കണക്ക് അവതരിപ്പിക്കേണ്ട വിഷയം ഇല്ല എന്നാണ് കെ രാഗേഷ് വ്യക്തമാക്കുന്നത്. അതായത് പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. പാർട്ടി കമ്മിറ്റികളിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. ഏത് ഘടകമാണോ ഈ ഫണ്ട് പിരിച്ചിട്ടുള്ളത് ആ കമ്മിറ്റിയാണ് അതിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിക്കേണ്ടത്. അതിനൊക്കെ അതിൻ്റെതായ സംഘടനാ രീതികളുണ്ട് എന്നാണ് കെ രാഗേഷ് വ്യക്തമാക്കുന്നത്. ഈ തുടർച്ചയായ തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് 6 മാസം മുമ്പ് ഈ കുഞ്ഞികൃഷ്ണനെതിരെ ശാസന എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോയത്. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രകോപനം എന്നതാണ് ഇപ്പോൾ കെ രാഗേഷ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത്തരമൊരു ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ചു എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഒരു വലിയ രീതിയിലുള്ള അധപതനത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ ഒരിക്കലും പാർട്ടി പുറത്തു പറയാത്ത കാര്യങ്ങളടക്കം ഈ കെ രാഗേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വി കുഞ്ഞികൃഷ്ണനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും മാറ്റാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ട് ഉണ്ടായി എന്നതടക്കം അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് പാർട്ടി ഘടകങ്ങളിലേക്ക് പാർട്ടി അംഗങ്ങൾക്ക് നൽകിയ കുറിപ്പ് അടക്കം അദ്ദേഹം ഈ വായിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂരിലെ പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വി കുഞ്ഞികൃഷ്ണൻ പരാജയപ്പെട്ടു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അപ്പോൾ പോലും ഈ വി കുഞ്ഞികൃഷ്ണനെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ, അതായത് കുഞ്ഞികൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ തള്ളാനല്ല, അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ ഒരു സഖാവിനെ തെറ്റിദ്ധരുത്താനുള്ള അവസരങ്ങൾ നിരവധി നൽകിയിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് കെ രാഗേഷ് ചെയ്തത്. അതായത് പയ്യന്നൂരിൽ ഏതെങ്കിലും തരത്തിൽ ധനാപഹരണം നടന്നു എന്ന് പാർട്ടി ഒരു തരത്തിലും കണ്ടെത്തിയിട്ടില്ല. ഒരിക്കൽ പോലും കണ്ടെത്താത്ത ഒരു കാര്യമാണ് അത്. അവിടെ സംഭവിച്ചത് ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിൽ ടി.ഐ. മധുസൂദനെതിരെ പോലും നടപടിയെടുത്ത പാർട്ടിയാണ് CPM എന്നും കെ രാഗേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പാർട്ടി ഫണ്ടാണ് പിരിച്ചത്. അതിൻ്റെ കണക്ക് പാർട്ടിയിലാണ് അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ പൊതുജന മാധ്യമങ്ങളിലൂടെയല്ല എന്ന് ആവർത്തിച്ച് കെ രാഗേഷ് പറയുന്നുമുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ കെ രാഗേഷ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും തള്ളുന്നു പാർട്ടി വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കൂടി കെ രാഗേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഭ.